ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക്സഭയിൽ മറുപടി നൽകും. കേരള നിയമസഭയിൽ ബജറ്റ് ചർച്ച ആരംഭിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ കേരളം 1ാം സ്ഥാനത്തെന്ന് മന്ത്രി എം.പി. രാജേഷ്. എസ്കലേറ വനിതോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ആലപ്പുഴയിലെത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് അസമിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ബലാസോറിലെ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ഇന്ന് ദർശനം നടത്തും. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ഒഡീഷയിലെത്തിയത്. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചരിത്രപരമായ വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക്സഭയിൽ മറുപടി നൽകും. ലോക്സഭയിൽ 18 മണിക്കൂറും രാജ്യസഭയിൽ 16 മണിക്കൂറുമാണ് ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മുൻ MP സുരൂപ് സിംഗ് ഹിരിയ നായിക്കിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സഭ മൌനമാചരിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കേരള നിയമസഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. 14 പേരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണ അപഹരണ കേസ് പ്രതിപക്ഷം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ചു. പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ അൻവർ സാദത്തും TV ഇബ്രാഹിമും സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. തുടർന്ന് സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുപോയി. പിന്നീട് സഭ 2 തവണ താൽക്കാലികമായി നിർത്തിവച്ചു. നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയും സഭ ബഹിഷ്കരിക്കുകയുമായിരുന്നു. ശബരിമല സ്വർണ്ണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണത്തിലെ പ്രശ്നങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നടപടി അപലപനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ ഡിവിഷൻ ബെഞ്ച് തൃപ്തരാണെന്ന കാര്യം സിംഗിൾ ബെഞ്ചിനും അറിവുള്ളതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് അന്വേഷണം നടക്കുന്നത് പൂർണ്ണമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണെന്നും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി P. രാജീവ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാഴ്ത്തി അന്വേഷണം അട്ടിമറിക്കരുതെന്ന് കോടതി പറഞ്ഞത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളമെന്ന് മന്ത്രി M.P. രാജേഷ്. തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തൊഴിലാവശ്യപ്പെട്ട കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞത് സംസ്ഥാനം രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനം നോക്കിയാൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് 25-26 കേരളം. ജോലി ലഭിച്ച പട്ടികവർഗ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. പട്ടികജാതി കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല RBCKയ്ക്കും 27 എണ്ണത്തിന്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയതായി മന്ത്രി വീണ ജോർജ്. 10 മേൽപ്പാലവും അടിപ്പാതകളും നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തതായും മന്ത്രി PA മുഹമ്മദ് റിയാസിനു വേണ്ടി മന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന എസ്കലേറ വനിതോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. വൈകിട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 9 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിപണന മേള, സംരംഭക പരിശീലന സെഷനുകൾ, കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴയിലെത്തി. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
കോഴി, താറാവ്, കാട എന്നിവയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കാക്കകളിൽ രോഗവ്യാപനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തഴക്കരയിൽ കാക്ക ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനു മുമ്പ് മുഹമ്മയിലും കോടന്തുരുത്തും കാക്കകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 3 ഘട്ടങ്ങളായി 16 സ്ഥലങ്ങളിലാണ് ഇത്തവണ പക്ഷിപ്പനി വന്നത്. ഒന്നാം ഘട്ടത്തിൽ 21,000-ഓളം വളർത്തുപക്ഷികളെയും രണ്ടാം ഘട്ടത്തിൽ 13,000-ഓളം വളർത്തുപക്ഷികളെയും പ്രതിരോധത്തിന്റെ ഭാഗമായി കൊന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. ഉച്ചയ്ക്ക് 2-ന് അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ബിയിലെ 5 മത്സരങ്ങളിൽ 3 ജയിച്ച് 10 പോയിന്റുമായി 1-ാം സ്ഥാനക്കാരായാണ് കേരളം അവസാന 8-ൽ എത്തിയിരിക്കുന്നത്. മറ്റൊരു മത്സരത്തിൽ ക്വാർട്ടറിൽ രാജസ്ഥാനെ 2 ഗോളിന് തോൽപ്പിച്ച് റെയിൽവേസ് സെമിയിൽ പ്രവേശിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. ഇന്നത്തെ വിജയികൾ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. കോട്ടയം മുണ്ടക്കയത്ത് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കത്തിനശിച്ചു. ആളപായമില്ല. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുണ്ടക്കയം ടൗണിലായിരുന്നു അപകടം. ബസ് നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി പരിശോധിക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മധുരയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 45ഓളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് സമാപിക്കും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് കേരളത്തിലെ കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്ന 15 ദിവസത്തെ ആത്മീയ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുത്തത്. അമൃത സ്നാനത്തോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് സമാപനമാവുക. സർഗാത്മക വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന പദ്ധതികളാണ് ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, ഡിസൈൻ, ഡിജിറ്റൽ മീഡിയ, മറ്റ് സാംസ്കാരിക വ്യവസായങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന ഓറഞ്ച് സമ്പദ് വ്യവസ്ഥ യുവാക്കൾക്കും തൊഴിൽ സൃഷ്ടിക്കുന്നതിലും നവീകരണത്തിലും വലിയ സാധ്യതകൾ തുറക്കുമെന്ന് ടൂൺസ് അക്കാദമി CEO P. ജയകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിക്കായി അഥവാ IICTക്കായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ധനസഹായം ഇന്ത്യയിലെ ഓറഞ്ച് ഇക്കണോമിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അനിമേഷൻ, ഗെയിമിംഗ്, വിഷ്വൽ ഇഫക്ട്സ്, ഡിസൈൻ, ഡിജിറ്റൽ മീഡിയ, മറ്റ് സാംസ്കാരിക വ്യവസായങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന ഓറഞ്ച് ഇക്കണോമി യുവജനങ്ങൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിലും നവീകരണത്തിലും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ദേശീയ തലസ്ഥാന മേഖലയിൽ കനത്ത മൂടൽമഞ്ഞ് മൂലം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതായി ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചു. വിമാനങ്ങളുടെ പുതുക്കിയ സമയവിവരങ്ങൾ അറിയാൻ അതത് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. രോഗികൾക്ക് കലാകായിക മത്സരങ്ങളും സ്കൂൾ കുട്ടികൾക്ക് ക്വിസ് മത്സരവും നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2317 പോയിന്റ് ഉയർന്ന് 83,983-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 710 പോയിന്റ് വർദ്ധിച്ച് 25,798-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,910 രൂപയും പവന് 1,11,280 രൂപയുമാണ് ഇന്നത്തെ വില. ഡിജിറ്റൽ സുരക്ഷയും ഡാറ്റാ സംരക്ഷണവും ശക്തമാക്കുന്നതിനായി ദേശീയപാത അതോറിറ്റിയുടെ പ്രൊമോട്ടർ കമ്പനിയായ ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഗുജറാത്തിലെ ഗാന്ധിനഗർ ആസ്ഥാനമായ നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ടു. സൈബർ ഫോറൻസിക്സ്, ഡിജിറ്റൽ തെളിവുകളുടെ സുരക്ഷ, ദേശീയപാത പരിപാലനവുമായി ബന്ധപ്പെട്ട അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഗവേഷണം, പരിശീലനം, കൺസൾട്ടൻസി എന്നിവയ്ക്കായി ഇരു സ്ഥാപനങ്ങളും സഹകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക്സഭയിൽ മറുപടി നൽകും. കേരള നിയമസഭയിൽ ബജറ്റ് ചർച്ച ആരംഭിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ കേരളം 1-ാം സ്ഥാനത്തെന്ന് മന്ത്രി MB രാജേഷ്. എസ്കലേറ വനിതോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ആലപ്പുഴയിലെത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം ഇന്ന് അസമിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.